എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ കിങ് ആണെങ്കിൽ ബോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കാണിച്ചുകൊണ്ടാണ്. ഇത് കാണുന്നേ ബോങ് പെട്ടെന്ന് തന്നെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവൾ വിചാരിക്കും, ഞാനെന്തിനെ പേടിക്കുന്നത്, ഞാനൊരു ആങ്കൊച്ചല്ലേ എന്നും പറഞ്ഞിട്ട് അവൾ ധൈര്യത്തോടെ നമ്മളുടെ കിങ്ങിൻ്റെ മുമ്പിലായിട്ട് അവൾ പറയും, ഞാനൊരു കുംഭൂക്കാരനാണ്, ഞാൻ നിന്നെ ഇടിച്ച് ശരിയാക്കൂ എന്ന്. എന്നാൽ നമ്മളുടെ കിങ് ആയിരുന്നാലും വലിയ പേടിക്കത്തൊന്നുമില്ല. അവൻ നമ്മളുടെ ബോങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് അൺനോൺ ആയിട്ടുള്ള ഒരു വാളാണെങ്കിൽ നമ്മളുടെ കിങ്ങിനെ ഫേസ് ചെയ്തിട്ട് അവൻ്റെ നേർക്കായിട്ട് വരുന്നതും വേഗം തന്നെ നമ്മുടെ കിങ് മുഖത്ത് കെട്ടിയിരുന്ന ആ ഒരു ഷോള് പോലത്തെ സംഭവം അതും എടുത്തുകൊണ്ടാണ് ആ വാളങ്ങ് പോകുന്നത്. ഇത് കാണുന്നതും കിങ് നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ഫേസ് ഇനി എക്സ്പോസ് ആവും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും കിങ് തന്നെയാണ് ഇങ്ങനെ വേഷം കെട്ടി ഓരോരോ പ്ലാനിങ് ഒക്കെ നടത്തുന്നത് എന്ന്. വേഗം തന്നെ നമ്മുടെ കിങ് അവിടെ നിന്നങ്ങ് പോവും. അവിടെയായിട്ട് ഒരുത്തം വരും. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ ബോങ്, അതായത് നമ്മുടെ ആ ക്യൂനില്ലേ, ആ പെണ്ണിൻ്റെ ഒരു കസിൻ തന്നെയായിരുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ ബോങ്ങിനെ നല്ലതുപോലെ പ്രൊട്ടക്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ ഇവരിതിന് മുന്നേയും കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാണെന്ന് വെച്ചാൽ നമ്മളുടെ ബോങ് ആണെങ്കിൽ ഒരു വാഷ്റൂമിൽ ചെന്നപ്പോൾ ഒരുത്തനെ നോക്കിയിട്ട് അവൾ കരയൊക്കെ ചെയ്തില്ലേ, അതിവൻ തന്നെയായിരുന്നു. അതാണ് ആ സമയത്ത് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ഈ ബോങ്ങിൻ്റെ കസിനാണെങ്കിൽ അവൾ വെള്ളത്തിന് വീഴുന്നതിനും മുന്നത്തെ ദിവസം ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവള് ഭയങ്കര വിഷമത്തിൽ ഒരിടത്തിരുന്ന് ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഇവള് പറയും, എനിക്ക് ആരെയും വിശ്വസിക്കാൻ തോന്നുന്നില്ല, എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേയും ഈ കസിന് ഭയങ്കരമായിട്ട് സങ്കടമാവും. അവിടെയായിട്ട് ഇവൻ അവൻ്റെ ഫീലിങ്സ് ഒക്കെ കൺഫ്യൂസ് ചെയ്ത് അവൾക്കൊരു കിസ്സും കൊടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബോങ്ങിനെ ഇവനാണെങ്കിൽ നേരെ പാലസിലായിട്ട് കൊണ്ടുവരുന്നതാ. അവിടെയുള്ള മെയ്ഡുമാരത്തൊക്കെ പറയും, ഇവളെ നല്ലതുപോലെ കെയർ ചെയ്യണം, ഇവക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണം എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ബോങ് കണ്ണു തുറക്കുന്നതാ. അവളുടെ മെയ്ഡാണെങ്കിൽ ഇവക്ക് നല്ല ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ നമ്മളുടെ ബോങ്ങിന് അതൊന്നും കഴിച്ചിട്ട് ഒരു തൃപ്തിയും വരുന്നുണ്ടായിരുന്നില്ല. അവൾ പറയും, ഇതൊക്കെ എന്തോത്തിന് കൊള്ളാം, ഒരു ടേസ്റ്റും മണവും ഇല്ല, എനിക്ക് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് വേണം. ഇത് കേൾക്കുന്നതും ഇവളുടെ കൂടെയുള്ള ആ മെയ്ഡാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഷെഫിൻ്റെ അടുത്ത്, അതായത് റോയൽ ഷെഫിൻ്റെ അടുത്ത് പറയും, നമ്മളുടെ ക്യൂനിന് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കഴിക്കാൻ ആഗ്രഹമെന്ന്. ഇയാൾക്കത് കേൾക്കുന്നതൊന്നും മനസ്സിലാവത്തില്ല. എന്നാലും നമ്മുടെ ബോങ്ങാണെങ്കിൽ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്ന്. അത് കേട്ടിട്ട് നമ്മളുടെ റോയൽ ഷെഫാണെങ്കിൽ അവൾക്ക് വേണ്ടുന്ന രീതിയിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ അതൊന്നും കഴിച്ചിട്ട് നമ്മളുടെ ബോങ്ങിന് സാറ്റിസ്ഫാക്ഷനേ വരത്തില്ല. ഒന്ന് ഭയങ്കര ഹെൽത്തി ആണെങ്കിൽ രണ്ടാമതുണ്ടാക്കുന്നത് ഭയങ്കര എരിയുള്ളതായിരിക്കും, മൂന്നാമത്തതിന് ഒരു ടേസ്റ്റും കാണത്തില്ല. അങ്ങനെ പല പ്രശ്നം. ഇവിടെയായിട്ട് നമ്മളുടെ റോയൽ ഷെഫ് ആയിരുന്നാലും പറയും, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും, എനിക്കത് മനസ്സിലായിട്ടില്ല, എനിക്ക് ആ സാധനം അറിയത്തില്ല എന്ന്. അവസാനം നിവൃത്തി കേട്ടിട്ട് നമ്മളുടെ ബോങ് തന്നെ അവിടുത്തെ കിച്ചണിലായിട്ട് വരും. എന്നിട്ട് അവൾ പറയും, എനിക്ക് വേണ്ടുന്ന സാധനം ഞാൻ തന്നെ ഉണ്ടായിക്കോളാന്ന് പറഞ്ഞിട്ട് അവളിവിടെ നൈഫൊക്കെ എടുക്കും. ഇത് കാണുന്നതും അവളുടെ മെയ്ഡിനൊക്കെ നല്ല ടെൻഷനാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യൂന് ഇതുവരെയും കുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ നമ്മളുടെ ബോങ് ആണെങ്കിൽ അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അവളവിടെ കിടിലമായിട്ട് ഓരോരോ സംഭവങ്ങൾ അരിയുകയും അവൾക്ക് നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നിൽക്കും, ഇവൾക്ക് ഇങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ബോങ് ആണെങ്കിൽ നല്ല കിടിലമായിട്ട് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കും. അത് കാണാനും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മളുടെ ബോങ് ഇൻസ്റ്റൻറ്റ് നൂഡിൽസുമായിട്ട് അവളുടെ റൂമിൽ വന്നിരുന്ന് കഴിക്കും. അവളുടെ ഏറ്റവും അടുത്തുള്ള ആ മെയ്ഡിനും കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മളുടെ ബോങ്ങിന് ആ മെയ്ഡിൽ ചെറിയൊരു കണ്ണുണ്ട്. യഥാർത്ഥത്തിൽ ബോങ് ഒരാണാണല്ലോ, അവൻ ആ മെയ്ഡിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേ സമയം തന്നെ നമ്മളുടെ ആ റോയൽ ഷെഫിനെ കാണിക്കും. അയാൾ അവിടെ നിന്ന് പറയും, എന്തൊക്കെ പറഞ്ഞാലും ക്യൂൻ നല്ല കിടിലമായിട്ടാണ് കുക്കൊക്കെ ചെയ്തത്, എന്നാലും അത് കാണാൻ ഭംഗിയുണ്ടെങ്കിലും അത് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. ഞാൻ ആ തിയറിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്നാലും നമ്മളുടെ ഈ റോയൽ ഷെഫ് ആണെങ്കിൽ വിചാരിക്കും, എന്തായിരുന്നാലും അവസാനം വന്ന ഒരു തുള്ളി ഫുഡുണ്ടല്ലോ, അത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നേ നമ്മളുടെ റോയൽ ഷെഫ് ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ കയ്യിലിരുന്ന് ആ സ്പൂണ് പോലും തറയിൽ വീഴും. കാര്യം അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അയാൾ അവിടെ പറയും, ഞാൻ എൻ്റെ ജന്മത്തിൽ ഇത്രയും കിടിലൻ ടേസ്റ്റുള്ള ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, ഇങ്ങനെയും ടേസ്റ്റുള്ള ഫുഡ് ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ അയാൾ ഇങ്ങനെ ചോദിച്ചിട്ട് അന്തം വിട്ടിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ബോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ആ കസിൻ വരുന്നതാണ്. എന്നിട്ട് അവൻ അവളുടെ അടുത്ത് ചോദിക്കും, അല്ല സത്യം പറഞ്ഞോണം, നിന്നെ ആരാണ് അന്നാ വെള്ളത്തിൽ തള്ളിയിട്ടത്? എന്നാൽ നമ്മളുടെ ബോങ്ങിന് അത് ആൻസർ ചെയ്യാൻ അറിയത്തില്ലല്ലോ. കാര്യം അവനൊന്നും ഓർമ്മയില്ല. അവനവിടെ പറയും, സോറി, നീ എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ കസിൻ ഭയങ്കരമായിട്ടങ്ങ് ടെൻഷനിലാവും. എന്താന്ന് വെച്ചാൽ അവൻ അന്ന് രാത്രിയല്ലായിരുന്നു ഇവക്ക് കിസ് കൊടുത്തത്. ഇതിൻ്റെ അർത്ഥം ഇവളാ കിസ് മറന്നുപോയി എന്നല്ലേ. എന്നാൽ അവൻ ആ ടെൻഷനൊന്നും അവൻ്റെ മുഖത്ത് കാണിക്കാൻ നിൽക്കത്തില്ല. അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയണം, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എപ്പോഴും റെഡിയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോങ്ങിനൊരു കാര്യം മനസ്സിലാവും. യഥാർത്ഥത്തിൽ ആ പാലസിലുള്ളവരെല്ലാം ഭയങ്കര ക്രൂക്കഡായിട്ട് മൈൻഡുള്ളവരാണ്. എല്ലാവരും ആരെ എങ്ങനെ പിന്നീന്ന് കുത്താം എന്നും പറഞ്ഞാൽ നോക്കി നിൽക്കുന്നത്. ഇവിടെയായിട്ട് നമ്മൾ
നമ്മളുടെ ബോങ് വിചാരിക്കും ഞാനാണെങ്കിൽ എന്തായിരുന്നാലും ആൾക്കാരെ കയ്യിലെടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ കയ്യിലുള്ള ആകപ്പാടുള്ള സ്കില്ലെന്ന് വെച്ചാൽ എൻ്റെ കുക്കിംഗ് ആണല്ലോ. ഈ കുക്കിംഗ് സ്കില്ല് വെച്ചിട്ട് എനിക്ക് ആദ്യമേ ആ ഗ്രാൻഡ് ക്യൂനിനെ കയ്യിലെടുക്കണം എന്ന് അവനവിടെ തീരുമാനിക്കും. അങ്ങനെ അവൻ നേരെ കിച്ചണിലായിട്ട് വരും. എന്നാൽ നമ്മളുടെ ആ റോയൽ ഷെഫിനാണെങ്കിൽ നമ്മളുടെ ബോങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ജലസായിരുന്നു. അവിടെ ഈ റോയൽ ഷെഫ് ഇവളെ കിച്ചണിൽ കയറാനേ സമ്മതിക്കത്തില്ല. എന്നാൽ നമ്മളുടെ ക്യൂനാണെങ്കിൽ വിചാരിക്കുന്നത് തന്നെ അവിടെ ആ ഗ്രാൻഡ് ക്യൂന് കൊടുക്കുന്ന ഫുഡെല്ലാം ഒന്ന് ഇൻസ്പെക്ഷൻ ചെയ്യണമെന്നാ. എന്നാൽ നമ്മളുടെ റോയൽ ഷെഫ് അതിനൊന്നും സമ്മതിക്കത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ബോങ് ആണെങ്കിൽ ഈ റോയൽ ഷെഫിനെ നല്ലതുപോലെ വെല്ലുവിളിക്കും. എന്നിട്ട് പറയും നമുക്ക് രണ്ടുപേർക്കും നോക്കാം നമ്മളിൽ ആരാണ് ഏറ്റവും നല്ല ബെസ്റ്റ് കുക്ക് എന്ന്. ആദ്യമേ നമ്മുടെ റോയൽ ഷെഫ് ആണെങ്കിൽ ഇവളുമായിട്ടുള്ള ബെറ്റ് ആക്സെപ്റ്റ് ചെയ്യാനൊന്നും റെഡി ആവത്തില്ല. പിന്നീട് അയാൾ വിചാരിക്കും ഞാനെന്തിനാ മാറി നിൽക്കുന്നത്, ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇവിടെയായിട്ട് അങ്ങനെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ ബോങ് ആയിരുന്നാലും റോയൽ ഷെഫ് ആയിരുന്നാലും അവിടെ കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ബെല്ലടിക്കുന്നതും അവിടെ രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ റോയൽ ഷെഫ് അവൻ്റെ മാക്സിമം സ്പീഡിലാണ് ഓരോന്ന് ചെയ്യുന്നത്. എന്നാൽ നമ്മളുടെ ബോങ് ആണെങ്കിൽ ഞൊടിയിട കൊണ്ട് കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് കാണിക്കും. അവൾക്ക് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ബോങ് നല്ല കിടിലമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യമേ തന്നെ ബെല്ല് റിങ് ചെയ്യും. ഇത് കാണുന്നത് നമ്മളുടെ റോയൽ ഷെഫ് ഭയങ്കര ഷോക്കാവും. അയാൾ അവിടെ പറയും സ്പീഡിലൊന്നും അല്ല വലിയ കാര്യം, എപ്പോഴും ടേസ്റ്റിലാണ് എന്ന്. ഇത് കേൾക്കുന്നേ ബോങ് അത് സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ അവിടെയുള്ള ഒരു കോമൺ ആയിട്ട് നിൽക്കുന്ന ഒരു പവർഫുൾ ആയിട്ടൊരാളാണെങ്കിൽ നമ്മളുടെ ബോങ്ങിൻ്റെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കും. അത് ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. അയാൾ പറയും ഇങ്ങനത്തെ ഒരു ഫുഡ് ഞാൻ എൻ്റെ ജന്മത്ത് കഴിച്ചിട്ടില്ല എന്ന്. അങ്ങനെ നമ്മളുടെ ബോങ് ആണ് ഈ കോമ്പറ്റീഷനിൽ ജയിക്കുന്നത്. ഇവിടെ നമ്മളുടെ റോയൽ ഷെഫ് നാണം കിടുക മാത്രമല്ല, പോരാത്തതിന് അവൻ്റെ കയ്യിലുള്ള ആ ഒരു അതോറിറ്റി തന്നെയാണ് ഇവന് നഷ്ടപ്പെടുന്നത്. അതായത് റോയൽ ഷെഫായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അവൻ്റെ ആ ഒരു പവർ. ഇവിടെയായിട്ട് നമ്മുടെ ബോങ് പറയും ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഞാനായിരിക്കും ഈ കിച്ചണിൽ തീരുമാനിക്കുന്നത് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നമ്മളുടെ ആ ഗ്രാൻഡ് ക്യൂൻ കഴിച്ചിട്ട് വന്ന ഫുഡെല്ലാം എടുത്തു വെച്ച് നോക്കും. അവരാണെങ്കിൽ കട്ടിയുള്ള ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ബോങ് അസ്യൂം ചെയ്യും അവർക്ക് മിക്കവാറും പല്ലുവേദന വല്ലതും ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ കട്ടിയുള്ള ഫുഡൊന്നും കഴിക്കാത്തത് എന്ന്. നമ്മളുടെ ബോങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റിലത്തെ മിഷൻ എന്ന് വെച്ചാൽ ആ ഗ്രാൻഡ് ക്യൂനിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം എന്നല്ലേ. അങ്ങനെ അവൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഇരുന്ന് ആലോചിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ബോങ് ആണെങ്കിൽ ആദ്യമേ തന്നെ ട്രൈ ചെയ്യുന്നത് അവിടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഓവൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൾ മണ്ണൊക്കെ വെച്ചിട്ട് ഓവൻ റെഡിയാക്കാനുള്ള എല്ലാ സെറ്റപ്പും ആക്കി വയ്ക്കും. അതിനുശേഷം അവൾ പറയും എല്ലായിടത്തു നിന്നുള്ള എണ്ണ കൊണ്ടുവരണം, എനിക്ക് എല്ലാ എണ്ണയും വേണം എന്ന്. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ റോയൽ ഷെഫ് നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എണ്ണയെല്ലാം ഒരു വർഷത്തേക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. എന്നാലും നമ്മളുടെ ബോങ് അതൊന്നും കെയർ ചെയ്യത്തില്ല. അവൾ പറയും എനിക്കതൊന്നും അറിയണ്ട, ഞാൻ ചോദിച്ച സാധനങ്ങൾ എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ അവളാണെങ്കിൽ ഒരു ബീഫിനെ നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഈ ബീഫിനെ ഓവർനൈറ്റ് ഫുള്ളായിട്ട് എണ്ണയിലിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കും. അതേപോലെ തന്നെ നല്ലൊരു ഫിഷിനെ എടുത്തിട്ട് റെയർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് അതിനെ ഇവളുണ്ടാക്കിയ ഓവനകത്ത് വെച്ചിട്ട് നൈറ്റ് ഫുള്ള് കുക്ക് ചെയ്തെടുക്കും. ഈ കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം നമ്മളുടെ ബോങ് അത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പോലും മിസ്റ്റേക്ക് ആവരുത് എന്ന് ആലോചിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കാണുന്നത് നമ്മളുടെ റോയൽ ഷെഫിനാണ് സങ്കടം വരുന്നത്. എന്താന്ന് വെച്ചാൽ ഇവളുടെ ഈ ഓരോരോ ഡിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെയർ ആയിട്ടുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഇവളെടുത്ത് തീർത്തത് എന്ന് ആലോചിച്ച്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ നമ്മളുടെ ഈ ഗ്രാൻഡ് ക്യൂനില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് സെർവ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നതാണ്. എന്നാൽ അവർക്കാണെങ്കിൽ ഇന്ന് ഫുഡ് കഴിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം കഴിഞ്ഞ ദിവസം അവർക്ക് ഭയങ്കര പല്ലുവേദനയായിട്ട് അവരതിൻ്റെ മെഡിസിനൊക്കെ എടുത്തിട്ടിരിക്കുക. എന്നാൽ അവിടുത്തെ മെയ്ഡുമാർ പറഞ്ഞിട്ട് ഈ ഗ്രാൻഡ് ക്യൂൻ അറിയും. അതായത് നമ്മളുടെ ക്യൂനാണെങ്കിൽ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നിട്ടാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയത് എന്ന്. ആ ഫുഡ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇത് കഴിക്കുന്നത് നമ്മുടെ ക്യൂൻ നല്ല സർപ്രൈസ് ആവും. അതേസമയം തന്നെ നമ്മുടെ ബോങ്ങിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കാര്യം ഗ്രാൻഡ് ക്യൂനിന് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് ക്യൂൻ അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. വന്നിട്ട് നമ്മളുടെ ക്യൂനിനെ പിടിച്ചിട്ട് നല്ലതുപോലെ ദേഷിക്കാൻ തുടങ്ങും. നമ്മളുടെ ബോങ് ആയിരുന്നാലും വിചാരിക്കും ഓഹോ കാര്യം കഴിഞ്ഞു, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്രാൻഡ് ക്യൂൻ പറയും ഇത്രയും ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല, നീ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? എന്തായിരുന്നാലും ഇനി മുതൽ ഡെയിലി നീ തന്നെ എനിക്ക് ഡയറക്റ്റ് ഫുഡ് കൊണ്ട് തരണം, എനിക്ക് അതാണ് ഇഷ്ടമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോങ്ങിന് ഒത്തിരി സന്തോഷമാവും. ഇവിടെയായിട്ട് നമ്മുടെ ഗ്രാൻഡ് ക്യൂനാണെങ്കിൽ ഓർഡർ കൊടുക്കും. അതായത് അവിടെയുള്ള ആ പുഴകളെല്ലാം വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ബോങ്ങിനും നല്ല സന്തോഷമാവും. എന്നാൽ പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒന്നും ഉള്ളതല്ലല്ലോ. വെള്ളം നിറയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ബക്കറ്റിനകത്ത് തന്നെ കൊണ്ടുവന്ന് ഒഴിക്കണം. ആൾക്കാരെല്ലാവരും അങ്ങനെ അതിന് വേണ്ടി ട്രൈ ചെയ്യും. എന്നാൽ ഈ പ്രോസസ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഡിലേ ആയിരുന്നു. വെള്ളം എത്രയെന്നും പറഞ്ഞിട്ടാണ് കയ്യിൽ കൊണ്ടുവന്ന് ഒഴിക്കുന്നത്. അവിടെയുള്ള മെയ്ഡുമാരായിരുന്നാലും തറയിൽ വീഴുകയും വെള്ളം കുറേ കളയും, അങ്ങനെ
ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെയായിട്ട് നമ്മളുടെ ബോങ് പുതിയൊരു ഐഡിയ ആയിട്ട് വരും. അവള് പറയും, നിങ്ങളിങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെള്ളം കൊണ്ടുവരാനും വേണ്ട, ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ നിന്നാൽ മതി, ബക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ മതി എന്ന്. ഇതാകുമ്പോൾ പ്രോസസ്സും എളുപ്പമാണ്, നിങ്ങൾ വലിയ ടയേർഡ് ആവത്തതും ഇല്ല, പെട്ടെന്ന് തന്നെ വെള്ളം നിറയുകയും ചെയ്യും. ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവും, എല്ലാവരും അത് ട്രൈ ചെയ്യും. നമ്മളുടെ ബോങ് ആയിരുന്നാലും ഈ ഒരു വലിയ ക്യൂവിനെ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്ത് അവിടെ നോക്കിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കിങ്ങിനെയാണ്. അവനാണെങ്കിൽ വിചാരിക്കും നമ്മളുടെ ക്യൂനായിട്ടുള്ള ബോങ്ങിനാണെങ്കിൽ എല്ലാ സീക്രട്ടും അറിയാം, അവനെ ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, അവളെ അങ്ങ് കൊന്നു കളയണം എന്ന്. അങ്ങനെ നമ്മളുടെ കിങ് ആണെങ്കിൽ ഇവളെ വിളിച്ചിരുത്തിയിട്ട് ഇവക്കൊരു ടീ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ആ ടീയുടെ മണം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. നമ്മുടെ ബോങ് ആയിരുന്നാലും ആ ടീ മണക്കുന്നതും പെട്ടെന്ന് തന്നെ ഓർക്കും, മിക്കവാറും ഇവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും പ്ലാൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അന്നും അവൻ എന്നെ കൊല്ലാനല്ലേ വന്നത്. അതായത് നമ്മുടെ ബോങ്ങിന് ഓർമ്മയുണ്ട്, അന്ന് അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിങ് വന്നിട്ടില്ലായിരുന്നു. അവൻ ഫേസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഫേസ് മാസ്ക് ഊരുന്നതും അവൾ അവന്റെ ഫേസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ബോങ് ആണെങ്കിൽ കിങ്ങിന് നേരെയായിട്ട് ആ കപ്പെടുത്ത് നീട്ടിയിട്ട് പറയും, നീ ആദ്യമേ കുടിക്കുക, എന്നിട്ട് മാത്രമേ ഞാൻ കുടിക്കത്തുള്ളൂ എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ കിങ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ചായ എടുത്ത് കുടിച്ചിട്ട് ഇവളുടെ വായിലായിട്ട് അവൻ വാ വെച്ചിട്ട് തന്നെ അങ്ങ് കൊടുക്കും. ഇത് കാരണം നമ്മുടെ ബോങ്ങിനാണെങ്കിൽ നല്ലതുപോലെ തല കറങ്ങുന്ന പോലെ ഫീൽ ചെയ്യും. നമ്മളുടെ കിങ് ആയിരുന്നാലും അവളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ബോങ് അവിടെ ചോദിക്കും, നീ വേറൊരു പെണ്ണിന് വേണ്ടിയിട്ട് നിന്റെ സ്വന്തം ഭാര്യനെ കൊല്ലാൻ നോക്കുക അല്ലേ? നീ ഭയങ്കര ശക്തിശാലി ആയതുകൊണ്ടല്ലേ എന്നെ പോലെ വീക്കായിട്ടുള്ള ഒരുത്തിനെ നീ കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്? ഇത് കേൾക്കുന്നതും നമ്മളുടെ കിങ് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ മനസ്സിലാവും, അതായത് നമ്മളുടെ ഈ ക്യൂനിനാണെങ്കിൽ ഒരു സത്യവും അറിയത്തില്ല, അവനിപ്പോൾ വീക്കായിട്ടുള്ള ഒരാളെയാണ് കൊല്ലാൻ വേണ്ടി ട്രൈ ചെയ്തിരിക്കുന്നത് എന്ന്. അവനത് കേൾക്കുന്നേ ഭയങ്കര വിഷമം ഫീൽ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മളുടെ കിങ് അവിടെ നിന്ന് പുറത്തോട്ടങ്ങ് ഇറങ്ങും. എന്നിട്ട് അവൻ്റെ കൂടെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് പറയും, ഇനി ഒരിക്കലും ഞാൻ ഈ പാവപ്പെട്ട ആൾക്കാരെയും വീക്കായിട്ടുള്ള ആൾക്കാരെയും ഒന്നും ചെയ്യത്തില്ല, ഞാനിനി നേർക്കുനേരെ നിന്ന് മാത്രമേ ഫൈറ്റ് ചെയ്യത്തുള്ളൂ, എന്തുണ്ടെങ്കിലും ഞാൻ ഓപ്പണായിട്ട് പറയൂ എന്നൊക്കെ അവൻ തീരുമാനമെടുക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ബോങ്ങിനെയാണ്. അവന് സത്യം പറഞ്ഞാൽ ആ പാലസിൽ നടക്കുന്ന ക്രൗണിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റിന്റെ കാര്യത്തിലൊന്നും ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല, അവനതിൽ ഇൻട്രസ്റ്റഡും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബോങ് ആഗ്രഹിക്കും എത്രയും പെട്ടെന്ന് അവന് പ്രസന്റിലോട്ട് വന്നാൽ മതിയെന്ന്. എന്നാൽ ഇവിടെയാണെങ്കിൽ വെള്ളം നിറയ്ക്കാനുള്ള പ്രോസസ്സ് ഇതുവരെയും കംപ്ലീറ്റ് ആയിട്ടില്ല, 5-6 ദിവസമായിട്ടുണ്ട്. നമ്മുടെ ബോങ് വിചാരിക്കും ഈ സെർവൻസ് എല്ലാവരും വെറുതെ ഇങ്ങനെ ഓരോ പണിയെടുക്കുന്നതെന്ന് കാണിക്കുക എന്ന്. അങ്ങനെ അവൻ അവിടെ വന്നിട്ട് നല്ലതുപോലെ സൂപ്പർവൈസ് ചെയ്യാൻ തുടങ്ങും. അവിടെ ഇരിക്കുമ്പോൾ നല്ല ചൂടാണല്ലോ, അങ്ങനെ നമ്മളുടെ റോയൽ ഷെഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നല്ല തണുത്ത ഒരു ഡ്രിങ്ക് ഉണ്ടായിക്കൊണ്ട് തരാൻ പറയും. അങ്ങനെ നമ്മളുടെ ഷെഫ് ആണെങ്കിൽ കിടില ഒരു ഡ്രിങ്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളുടെ ബോങ്ങിന് നല്ല ഇഷ്ടപ്പെടും. ബോങ് അവിടെ ഓർഡർ ചെയ്യും, ബാക്കി എല്ലാവർക്കും ആ ഡ്രിങ്ക് കൊടുക്കണം എന്ന്. ഈ ഡ്രിങ്ക് കുടിക്കുന്ന എല്ലാ സെർവൻസിനും നമ്മളുടെ ക്യൂവിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം തോന്നും, കാര്യം അവർ ഇത്രയ്ക്കും ഭയങ്കര നന്മയുള്ളവരായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. എന്നാൽ നമ്മളുടെ ക്യൂനാണെങ്കിൽ നമ്മുടെ ഈ റോയൽ ഷെഫില്ലേ, അവരുടെ അടുത്ത് താങ്ക് യു ഒന്നും പറയത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ ബോങ്ങിൻ്റെ സെർവൻസ് ആണെങ്കിൽ ഇവന് കുറച്ച് നൂലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ കുറച്ച് എംബ്രോയിഡറി ഒക്കെ ചെയ്യുക എന്ന്. ഇവിടെ നമ്മളുടെ ബോങ് ആണെങ്കിൽ എംബ്രോയിഡറിക്ക് വേണ്ടിയിട്ട് നൂല് തിരയുന്നതും അതിനകത്തായിട്ടൊരു തുണി കാണും, അതിലെന്തോ എഴുതിയിട്ടുണ്ട്. അത് നമ്മളുടെ ബോങ് തന്നെ എഴുതിയതാ, അതായത് ഇവൻ വെള്ളത്തിൽ വീഴുന്നതിന് മുന്നേ ആയിട്ട്. ഇവിടെയുള്ള സെർവൻറ്റ് പറയും, അതായത് അതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ പാസ്റ്റ് സെൽഫിനെ വെള്ളത്തിൽ കൊണ്ട് കളയാൻ പോകുക എന്ന്. ഇത് വായിക്കുന്നതും ബോങ്ങിന് മനസ്സിലാവും, അതായത് ഇത് ആത്മഹത്യക്കുറിപ്പാ എന്ന്. നമ്മുടെ ക്യൂന് യഥാർത്ഥത്തിൽ ജീവിക്കാനേ ആഗ്രഹിച്ചിരുന്നില്ല, അതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ കിങ് വരും. അവൻ വന്ന് ബോങ്ങിനെ പിടിച്ചിരുത്തി ഒരുപാട് ദേഷിക്കും. നിന്റെ മൈൻഡിൽ ആദ്യം തൊട്ട് ഇതായിരുന്നല്ലേ പ്ലാൻ എന്നും ചോദിച്ചിട്ട് കിങ് അവിടുന്ന് ദേഷിച്ചങ്ങ് പോവും. അപ്പോഴാണ് നമ്മളുടെ ബോങ് ഒരു കാര്യം തിരിച്ചറിയുന്നത്, അതായത് കിങ്ങിന് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പെണ്ണുണ്ട്. ആ പെണ്ണാണെങ്കിൽ ഇപ്പോൾ പാലസിൽ പോയി കൺഫസ് ചെയ്യാൻ നിൽക്കുകയാണ്, അതായത് അവൾ തന്നെയാണ് നമ്മുടെ ക്യൂനിനെ വെള്ളത്തിൽ തള്ളിയിട്ടത് എന്ന്. യഥാർത്ഥത്തിൽ ക്യൂൻ വെള്ളത്തിൽ വീണ സമയത്ത് അവൾ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ അവൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയായിട്ട് ഈ പെണ്ണാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗ്രാൻഡ് ക്യൂവിൻ്റെ അടുത്ത് വന്നിട്ട് കൺഫസ് ചെയ്യും, അവൾ തന്നെയാണ് ക്യൂനിനെ തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ കിങ് അവിടേക്ക് വരും. അവനും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഓരോന്ന് കൺഫസ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ക്യൂൻ മിണ്ടാതിരിക്കത്തൊന്നുമില്ല. അവൾ അവിടെ എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് പറയും, ഇവിടെ ആരും തെറ്റ് ചെയ്തിട്ടില്ല, ഞാനാണ് ഇവിടെ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത് എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും സർപ്രൈസ്ഡ് ആയി പോവും. സത്യം പറഞ്ഞാൽ നമ്മളുടെ കിങ്ങിനെ തകർക്കാൻ പറ്റുന്ന ഒരു നല്ല മാർഗമായിരുന്നു ഇത്. എന്നാൽ നമ്മളുടെ ക്യൂനായിട്ടുള്ള ബോങ് വിചാരിക്കുന്നത് ഇവിടെ ഒരു ഹീറോ മതി, അത് ഞാനായിരിക്കും, എന്തായിരുന്നാലും ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പോകുമല്ലോ. എന്നാൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവിടെ കിണറ്റിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ കിണർ വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കിണറ്റിൽ ഒരു തുള്ളി വെള്ളമില്ല. അവർ വിചാരിക്കും നമ്മളുടെ കാര്യം തീർന്നു
എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.